രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമദരാക്ഷസാന്തകം. എല്ലാവർക്കും നമസ്കാരം. ഉത്തരഖണ്ഡത്തിലെ 11-ാം സർഗം രാവണൻ്റെ ലങ്കാ ആക്രമണം എന്ന് പറയുന്ന സർഗമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞ സർഗത്തിലെ രാവണനും കുംഭകർണനുമൊക്കെ ബ്രഹ്മാവിനെ പ്രത്യക്ഷമാക്കി വരങ്ങൾ നേടിയതൊക്കെ നമ്മൾ കേട്ടു. ഇങ്ങനെ ഇവർക്ക് വരങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പണ്ട് ഭഗവാനെ പേടിച്ച് യുദ്ധത്തിൽ പരാജിതരായിട്ട് രസാതലത്തിൽ പോയി കളിച്ചിരുന്ന മാലി, സുമാരി, മല്യവാൻ തുടങ്ങിയവരും പ്രഹസ്തൻ തുടങ്ങിയവരും എല്ലാവരും തിരിച്ച് ആ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്ന് പറയാണ്, ഉയർന്നു വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ചെന്ന് രാവണനെ കണ്ടിട്ട് പറഞ്ഞു, അല്ലേ രാവണ, അങ്ങേക്ക് ഇപ്പോൾ വരങ്ങളൊക്കെ കിട്ടിയല്ലോ. നമ്മൾ ആ ലങ്കാപുരി എന്ന് പറയുന്നത് ത്രികൂടാചലത്തിൻ്റെ മുകളിൽ ഉള്ള മനോഹരമായ ലങ്കാപുരി രാക്ഷസന്മാർക്ക് വേണ്ടി പണ്ട് അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. പക്ഷേ ഭഗവാനുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജിതരായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അങ്ങേക്ക് വരങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് അങ്ങ് ചെന്ന് ആ ലങ്കാപുരിയെ പിടിച്ചെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് അവരോട് ആ രാവണൻ പറഞ്ഞു, എന്തൊക്കെയായാലും ഇന്ന് ലങ്കാപുരി ഭരിക്കുന്നത് എൻ്റെ ഗുരുവായ ജ്യേഷ്ഠനായ വൈശ്രവണനാണല്ലോ. അദ്ദേഹത്തിനോട് ഞാൻ എങ്ങനെയാണ് അത് തട്ടിയെടുക്കുക എന്ന് ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ സുമാരി പിന്നെ ഒന്നും മിണ്ടാതിരുന്നു എന്ന് പറയാണ്. പക്ഷേ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഹസ്തൻ ആ രാവണനെ ഏകാന്തത്തിൽ ചെന്ന് കണ്ട് പറഞ്ഞു, നമുക്ക് അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. മാത്രമല്ല ഇവിടെ അങ്ങ് ജ്യേഷ്ഠനാണ് ശ്രവണൻ എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. ആ കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരായ ദിതിയും അതിഥിയുമൊക്കെ സഹോദരിമാരാണ്. എങ്കിലും അവരുടെ മക്കളായ ദൈത്യന്മാരും ധനവന്മാരും എന്നും ദേവന്മാരും എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇവർ ജയിക്കും, ചിലപ്പോൾ അവർ ജയിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശൂരന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരീപുത്രന്മാർ എന്നൊക്കെയുള്ള ബന്ധങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. അതുകൊണ്ട് ലങ്കാപുരി നമുക്ക് അവകാശപ്പെട്ടതാകയാൽ അത് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടപ്പോൾ രാവണനും ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ, അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രഹസ്തനെ തന്നെ തൻ്റെ ദൂതനായിട്ട് ആ വൈഷ്ണവൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്ന് പറയാണ്. ആ ലങ്കാപുരി തനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നാണ് രാവണൻ്റെ ദൂതനായിട്ട് പ്രഹസ്തനെ അവിടെ ചെന്ന് അറിയിച്ചത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ വൈഷ്ണവണൻ പറഞ്ഞു, ഇവിടെ രാക്ഷസന്മാരെല്ലാം ഒഴിഞ്ഞു പോയൊരു കാലത്താണ് വിശ്രവസ് എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ എനിക്ക് ഈ പുരി വിട്ടു തന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാം തിരിച്ചു വരികയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് തരുന്നതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല എന്ന് ആ വൈശ്രവണൻ പ്രഹസ്തനോട് പറഞ്ഞു. എന്തായാലും ഞാൻ അച്ഛനുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വിശ്രവസിനെ ചെന്ന് കണ്ട് ഈ കാര്യങ്ങൾ അറിയിച്ചു. ഇങ്ങനെ രാക്ഷസന്മാരുടെ നേതാവായ രാവണൻ ഇപ്പോൾ എന്നോട് ലങ്കാപുരി വിട്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ആ വിശ്രവസം പറഞ്ഞു, ശരിയാണ് മകനെ, ആ രാവണൻ എന്നോടും ഇതിനു മുമ്പ് ചോദിച്ചിരുന്നു ഈ ലങ്കാപുരി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണല്ലോ എന്ന്. എന്തായാലും അവൻ വരങ്ങളൊക്കെ നേടിയിട്ടുള്ളവനാണ്. അവനുമായിട്ട് ഏറ്റുമുട്ടുന്നത് ഒരിക്കലും നിനക്ക് നല്ലതായിരിക്കില്ല. തീരെ മര്യാദയില്ലാത്തവനാണ് അവൻ. അതുകൊണ്ട് നീ അവിടെ നിന്ന് വിട്ടുപോവുക തന്നെയാണ് നല്ലത്. ആ കൈലാസത്തിൻ്റെ തീരത്ത് മനോഹരങ്ങളായ താമരപ്പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്ന അളകനന്ദയുടെ തീരത്ത് അളക എന്ന പുരിയിൽ നീ നിൻ്റെ ബന്ധുക്കളോടുകൂടി താമസിച്ചു കൊള്ളൂ എന്ന് അറിയിച്ചു എന്നും. അങ്ങനെ അത് കേട്ട് സന്തുഷ്ടനായിട്ട് ആ വൈശ്രവണൻ അച്ഛൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് അവിടെ നിന്ന് അളകാപുരിയിലേക്ക് പോയി അവിടെ സ്വന്തമായി രാജധാനി നിർമ്മിച്ച് ദേവേന്ദ്രന് എപ്രകാരമാണോ അമരാവതിയിൽ താമസിക്കുന്നത് അതുപോലെ അദ്ദേഹം അവിടെ താമസിച്ചു എന്നും പറയുന്നു. ഒപ്പം തന്നെ രാവണനും തൻ്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടുമൊക്കെ കൂടി ഈ ലങ്കാപുരിയിൽ വന്നുവെന്നും അവിടെ രാക്ഷസരാജാവായി അദ്ദേഹത്തിനെ അഭിഷേകം ചെയ്ത് അദ്ദേഹം അവിടെ താമസിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.